എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചിക്കൻ മോമോസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ട് വീട്ടിൽ തന്നെ എങ്ങനെയാണ് ചിക്കൻ മോമോസ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇത് സ്റ്റാർട്ടറായിട്ടൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 1/2 കിലോ എല്ലില്ലാത്ത ചിക്കൻ അരച്ചത് എടുത്തിട്ടുണ്ട്. ബോൺലെസ് ചിക്കൻ മേടിച്ചിട്ട് മിക്സിയിലിട്ട് അരച്ചാലും മതി. ഇതിലേക്ക് ഒരു ചെറിയ സവാള, പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, 3 അല്ലി വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത്, പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ എൻ്റെ ഗ്രീനാണ്. അപ്പോൾ അത്രയും കൂടെ അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. വളരെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നിങ്ങൾ എടുക്കുന്ന ചിക്കൻ അനുസരിച്ചിട്ട് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. എല്ലാം വളരെ പൊടിയായിട്ട് അരിയാനായിട്ട് ശ്രദ്ധിക്കുക. മിൻസ്ഡ് ചിക്കനായിട്ട് വാങ്ങിക്കാൻ കിട്ടും, അത് കിട്ടുന്നവർ അതെടുത്താലും മതി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർക്കാനുണ്ട്. ഇതൊരു ചൈനീസ് റെസിപ്പി ആയതുകൊണ്ട് തന്നെ നമ്മളിതിലേക്ക് കുറച്ച് സോയ സോസ് ചേർക്കുന്നുണ്ട്. ഡാർക്കായിട്ടുള്ള സോയ സോസാണ് നമ്മൾ ഇവിടെ ചേർത്തിരിക്കുന്നത്. സോയ സോസിൽ കുറച്ച് ഉപ്പ് കാണും, അതുകൊണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ അതനുസരിച്ചിട്ട് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇവിടെ കിട്ടുന്ന ഉപ്പിന് അധികം അങ്ങ് കാഠിന്യം ഇല്ലാത്തതാണ്, അതുകൊണ്ടാണ് ഞാൻ 2 ടീസ്പൂൺ ചേർത്തിട്ടുള്ളത്. നാട്ടിലെ ഒക്കെ ഉപ്പാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർക്കുക. 2 ടീസ്പൂൺ ഓയിലും കൂടി ചേർക്കുന്നുണ്ട്, റിഫൈൻഡ് ഓയിലാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളകൊന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1-2 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലിയാണ് ചേർക്കുന്നത്. പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടി ഞാനൊരു 1/2 ടീസ്പൂൺ ഗരം മസാല വീട്ടിൽ തന്നെ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഇനി ഇത് കൈവച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. എല്ലാ ഭാഗത്തേക്കും വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതവിടെ മാറ്റി വെക്കാം. അപ്പോൾ ഇതേ റെസിപ്പി തന്നെ നിങ്ങൾക്ക് ബീഫിലും ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മൈദ എടുക്കാം. മൈദ 2 കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ എത്രയാണോ ചിക്കൻ എടുക്കുന്നത് അതിനനുസരിച്ച് ചേർക്കാം. 2 മുതൽ 3 കപ്പ് മൈദ വരെ നിങ്ങൾക്ക് ഇതിലേക്ക് എടുക്കാവുന്നതാണ്. 1 ടീസ്പൂൺ ഉപ്പും അതുപോലെ 2 ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. വെള്ളം ആവശ്യത്തിന് ചേർത്ത് കുഴയ്ക്കുക. നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴയ്ക്കുന്ന പരുവത്തിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. നന്നായിട്ട് കൈവച്ചിട്ട് കുഴച്ചതിന് ശേഷം കുറച്ച് ഓയിലൊന്ന് തടവിയിട്ട് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ഒന്ന് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് തടവിയതിന് ശേഷം നമുക്ക് അടച്ച് ഒരു 15 മിനിറ്റ് മാറ്റി വെക്കാം. മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കിയതിന് ശേഷം ഒന്ന് പരത്തിയെടുക്കണം. പല രീതിയിൽ ഇത് നിങ്ങൾക്ക് പരത്തിയെടുക്കാം. മൊത്തത്തിൽ പരത്തിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. പക്ഷേ അത് കുറച്ച് പാടായിരിക്കും, കാരണം നമ്മൾ കുറച്ചധികം മാവ് എടുത്തിരിക്കുന്നുണ്ട്. വളരെ തിന്നായിട്ട് വേണം ഇത് പരത്താനായിട്ട്. അപ്പോൾ പെർഫെക്റ്റായിട്ട് മോമോസ് കിട്ടുന്നതിനുള്ള ഒരു ടിപ്പാണ്, നമ്മൾ എടുക്കുന്ന മാവ് നല്ല തിന്നായിട്ട് പരത്തുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മോമോസ് കിട്ടും. അതുപോലെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ വെക്കുന്ന ചിക്കനൊക്കെ പെട്ടെന്ന് തന്നെ വെന്തും കിട്ടും. ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അകത്തിരിക്കുന്ന ചിക്കൻ വേവാനായിട്ട് താമസം എടുക്കും. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് പൊടിയിൽ കവർ ചെയ്തിട്ട് വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഡ്രൈ ആയി പോവും. ഇനി ഇത് വളരെ കനം കുറച്ച് പരത്തിയെടുക്കുക. അപ്പം ഷേപ്പൊക്കെ കറക്റ്റ് റൗണ്ടായില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല തിന്നായിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കുക. റൗണ്ടായിട്ട് വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്കൊരു റൗണ്ട് പാത്രം അതിൻ്റെ മുകളിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ എല്ലാം ഒന്ന് പരത്തിയെടുക്കാം. നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി കറക്റ്റ് റൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഗ്ലാസ് വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 സ്പൂണ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ മിക്സും കൂടെ ചേർത്തിട്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു രീതിയാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു ഫോർക്ക് വെച്ചിട്ട് അതിൻ്റെ സൈഡ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതി. അപ്പോൾ ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചിക്കനൊക്കെ ഈവനായിട്ട് കുക്കാവുകയും ചെയ്യും. അതുപോലെ തന്നെ ഈസിയാണ് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇനി മോമോസ് ഉണ്ടാക്കുന്ന അച്ചുകൾ കിട്ടും, അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ അങ്ങനെ ചെയ്യേണ്ടാത്തവർ കൈ വെച്ചിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യാം. ഞാനിത് ഉണ്ടാക്കിയിട്ട് കുറേ നാളായതുകൊണ്ട് ടച്ചൊക്കെ വിട്ടുപോയി. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ.
അപ്പോൾ പല രീതിയിൽ നിങ്ങൾക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി ഒരു എണ്ണ തടവിയ സ്റ്റീമറിലേക്ക് ഇത് വെച്ച് കൊടുത്തിട്ട് നമുക്കിത് ആവി കയറ്റിയെടുക്കാം. 15 മുതൽ 20 മിനിറ്റ് വരെ ഇത് ചെറുതിയിലിട്ട് ആവി കയറ്റിയെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ചിക്കൻ വേവില്ല. ചിക്കൻ നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ വയറിന് പ്രശ്നം വരും. ഇനി നിങ്ങൾക്കിത് ചിക്കൻ വേവില്ല എന്ന് ഡൗട്ടുള്ളവർ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തിട്ട് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് ഇതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുന്നത്. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ കറക്റ്റായിട്ട് ഇത് വെന്ത് കിട്ടും. വളരെ തിന്നായിട്ട് പരത്തിയത് കൊണ്ട് തന്നെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് ഇതുപോലെ തന്നെ മാവൊന്നും ഹാർഡാക്കാതെ നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മോമോസാണ് ഇത്. ചട്നിയുടെ കൂടെയോ അല്ലാന്നുണ്ടെങ്കിൽ കെച്ചപ്പിൻ്റെയോ ചില്ലി സോസിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിലിട്ട വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കണ്ടു നോക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്